AJയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആക്ടിവയുടെ 60 ആണ്. ആക്ടിവയുടെ പഴയ ജനറേഷനായ 5G നിന്ന് ഒരുപാട് ചേഞ്ചസോട് കൂടിയാണ് പുതിയ 60 വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ ഒരു മാറ്റ് ഗ്രേ കളറാണ്. ആക്ടിവ 60യിൽ 3 എഡിഷൻ വരുന്നുണ്ട്. ഒന്ന് ഡ്യൂലക്സ്, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ്, മൂന്നാമത്തത് ഒരു സെപ്പറേറ്റ് ഒരു ലിമിറ്റഡ് എഡിഷനാണ്. അത് ആനിവേഴ്സറി എഡിഷൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് 60യുടെ ടോപ്പ് എൻഡായ ഡ്യൂലക്സ് വെർഷനാണ്. ഇതിന് LED ഹെഡ്ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലാംപ്സിൻ്റെ രണ്ട് സൈഡിലായിട്ടും 10 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ലൈസൻസ് പ്ലേറ്റ് കാണാം. അതിൻ്റെ താഴെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഈ സ്കൂട്ടറിൻ്റെ ബോഡി വരുന്നത് ഫുൾ മെറ്റലാണ്, ഫൈബർ അല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ്സ് ഓൺ ആവുന്നുണ്ട്. അത് ഇപ്പം ലോ ബീമിലാണ് കിടക്കുന്നത്. ഞാൻ ഈ ഹൈ ബീം ആക്കി കാണിച്ചു തരാം. അത് ഹൈ ബീം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിലെ പോർഷനാണ് ഹൈ ബീം, സൈഡിൽ രണ്ടും ലോ ബീമിന് വേണ്ടിയുള്ളതാണ്. LEDs ആണ്. ഇതാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ്സ് തെളിയുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡിമ്മിലിടാൻ ശ്രദ്ധിക്കണം. ഹൈ ബീമിലിട്ട് കഴിഞ്ഞാൽ പകലാണെങ്കിൽ പോലും LED ലൈറ്റ്സ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ലൈറ്റ്സിൻ്റെ പ്രൊജക്ഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഹൈ ബീം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കഴിയുമ്പോൾ ജസ്റ്റ് എൻജിൻ്റെ സ്വിച്ച് മാത്രം കട്ട് ചെയ്ത് നിർത്തരുത്. നിർത്തി കഴിഞ്ഞാലും ഹെഡ്ലൈറ്റ്സ് ഫുൾ ടൈം ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കീയും ഓഫ് ചെയ്യാൻ ഓർക്കണം. ഈ ഗാർഡ്സ് നമ്മൾ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്, ആക്സറി ചെയ്തിരിക്കുന്നതാണ്, അത് വണ്ടിയെ വരുന്നതല്ല. പിന്നെ മെയിൻലി ചേഞ്ച് വരുന്നത് സസ്പെൻഷനിലാണ്. പുതിയ വണ്ടിക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അത് കംഫർട്ടും കൂടാനും നമ്മുടെ റൈഡ് ഹാൻഡ്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ടയർ സൈസിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ വണ്ടിക്ക് വന്നിരിക്കുന്ന ടയർ 90/90/12 ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് ടയേഴ്സാണ്. പഴയ വണ്ടിക്ക് 10 ഇഞ്ച് ടയേഴ്സായിരുന്നു. ഈ മാറ്റ് ആക്സറിയാണ്. അത്യാവശ്യം വലിയ ഫ്ലോർ ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലോറിൻ്റെ അടിയിൽ തന്നെയാണ് ബാറ്ററി വരുന്നത്. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന LPG സിലിണ്ടറൊക്കെ സുഖമായിട്ട് ചെരിച്ചിട്ടുകൊണ്ട് പോകാം ഈ സ്പേസിൽ. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഫോൾഡ് ചെയ്യാവുന്ന പോലത്തെ ഒരു ഫുഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹാൻഡിൽ ആക്സറിയാണ്. അത്യാവശ്യം വലിയൊരു സീറ്റാണ് ആക്ടിവയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സോഫ്റ്റുമാണ് സീറ്റ്. ഇവിടെ ആക്ടിവ 60 എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. എക്സോസിൻ്റെ പുറത്തൊരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ടെയിൽ ലൈറ്റ്സ് കാണാം, 2 ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഇത് എല്ലാ ഹാലോജൻ തന്നെയാണ്. പാർക്കിട്ട് കഴിയുമ്പോൾ ഇവിടെ ഡിമ്മായിട്ട് തെളിയും. ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യുകയും തന്നെയാണ് ചെയ്യുന്നത്. ബ്രേക്സ്, ഇൻഡിക്കേറ്റർ, ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ബാക്കിൽ ലൈസൻസ് പ്ലേറ്റ്, മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഹാൻഡിൽ കാണാം. അതിനൊരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ആക്ടിവ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട്. ആക്ടിവ 60 HET ബാരസ്റ്റേജ് 6 എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. അപ്പോൾ ഇത് BS6 വണ്ടിയാണ്. ഈ സാരി സ്റ്റെപ്പ് നമ്മൾ ആക്സറി ചെയ്തിരിക്കുന്നതാണ്. എയർ ഫിൽട്ടറിൽ ESP എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്നൊരു ബാഡ്ജിങ് കാണാം. ഇവിടെ നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്.
എൻ്റെ താഴെ ഹോണ്ട എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എഞ്ചിനും ട്രാൻസ്മിഷൻ കേസും വരുന്നു. CVT ട്രാൻസ്മിഷനാണ്. കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഈ സാരി കാർഡ് ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കാല് തട്ടാനുള്ള സാധ്യതയുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ്, സൈഡ് സ്റ്റാൻഡ് ഇതിൻ്റെ ആക്സറിയാണ്. ബാക്കിലെ വീൽസ് വരുന്നത് 90-100-10 ആണ്. അപ്പോൾ ഇത് 10 ഇഞ്ച് വീൽസാണ്. ഫ്രണ്ടിലെ 12 ഇഞ്ച് വീൽസ് ആയിരുന്നു. ഫ്രണ്ടിലിനേക്കാളും ചെറിയ ടയേഴ്സാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് സസ്പെൻഷൻ ബാക്കിൽ വരുന്നത് സ്പ്രിംഗ് ലോഡഡ് ഹൈഡ്രോളിക്സ് സസ്പെൻഷനാണ്. ഇവിടെ ഒരു 3 ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് മീഡിയത്തിലാണ് കിടക്കുന്നത്. നമുക്ക് ഒരാളെ വണ്ടി റൈഡ് ചെയ്യുന്നുള്ളൂ, വെയിറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ നമുക്കത് ഈ പൊസിഷനിലേക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടെ സസ്പെൻഷൻ സോഫ്റ്റ് ആക്കാം. ഇനി ഒരുപാട് വെയിറ്റുള്ള ആൾക്കാരാണ് സഞ്ചരിക്കുന്നെങ്കിൽ ഒരു ലെവലും കൂടെ കൂട്ടിയിട്ട് ഹാർഡും ആക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ലെവൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൊരു ഷോക്ക് അബ്സോർബറാണ് ബാക്ക് കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സാണ് രണ്ടും. സാധാ ഡ്രം ബ്രേക്സ് തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്, അലോയ് വീൽസും അല്ല. ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഫ്രണ്ടിലെ ബ്രേക്കും ഡ്രം ബ്രേക്സ് ആണ്. അതൊരു കോമ്പി ബ്രേക്ക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലെ ബ്രേക്കും അപ്ലൈ ആവും. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ബാക്കിലെ ബ്രേക്കാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ആവുന്നുണ്ട്. ഇവിടെ സൈഡിൽ റിഫ്ലക്റ്റേഴ്സർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സീറ്റിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. വലിയ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. മീറ്റർ കൺസോളിൽ വന്നു കഴിയുമ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു മീറ്ററാണ്. ഇതിൻ്റെ അകത്ത് ആകെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, പിന്നെ ഒരു ഫ്യൂൽ ഗേജ്, ഇൻഡിക്കേറ്റേഴ്സ്, കൂടാണ്ട് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷനുണ്ട്. ഇവിടെ ഒരു എൻജിൻ വാർണിംഗ് അലേർട്ടും ഉണ്ട്. ഇത്ര ആകെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്തൊരു ട്രിപ്പ് മീറ്റർ പോലും കൊടുത്തിട്ടില്ല. ഒരു അനലോഗ് ട്രിപ്പ് മീറ്ററെങ്കിലും കൊടുക്കായിരുന്നു ഇവർക്ക്. സൈഡിലേക്ക് ഈ സൈഡിലുള്ള സ്വിച്ച് ഒരു എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇതാണ് ഫ്രണ്ട് ബ്രേക്ക് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിലിൻ്റെ സൈഡിൽ വെയിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രൈവിംഗ് കംഫർട്ടും കൂട്ടും. വൈബ്രേഷനൊക്കെ കുറച്ചേ വരുന്നുള്ളൂ വെയിറ്റ് കൊടുത്തേക്കുന്ന കാരണം. ഇത് ഹെഡ്ലൈറ്റ് ഹൈ ബീമാണ്, ഇത് ലോ ബീമാണ്. ഇവിടെ ഒരു പാസും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഇത് ലോ ബീമിലിട്ടാൽ ഓടിക്കാമുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് വലിയ ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല. മാത്രമല്ല നമുക്ക് ഈ പാസ് ബട്ടൺ പെട്ടെന്ന് ആക്സ് ചെയ്യാനും പറ്റും. അങ്ങനെ 2 ഉപകാരം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. സെൻറ്ററിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഓഫ് ആവും. ഹോൺ അത്യാവശ്യം നല്ല ഹോണാണ്, അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഹോണാണ്. പിന്നെ ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളിന് 2 കേബിൾ വരുന്നുണ്ട്. ആക്സിലേറ്ററിന് 2 ആക്സിലേറ്റർ കേബിൾസ് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ കീ ഹോളും ബാക്കി കാര്യങ്ങളെല്ലാം. ഇത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് ഷട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ താക്കോലിൻ്റെ ബാക്കിലുള്ള ഇത് വെച്ച് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പോൾ കീ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ്. ഓഫ് പൊസിഷനിൽ നിന്ന് ഞെക്കിക്കൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ലോക്ക് ആവും. ഇത് ഹാൻഡിൽ ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ്. അവിടെ നിന്ന് ഒന്നും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഫ്യൂൽ ആൻഡ് സീറ്റ് എന്ന് പറഞ്ഞൊരു മോഡിലേക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ സ്വിച്ച് യൂസ് ചെയ്യാം. ഇത് നമ്മൾ താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ സീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടുത്ത് മോശമില്ലാത്തൊരു സ്പേസ് വരുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഇല്ല. ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഇല്ല. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ടൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ ഡോക്യുമെന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഒരു ഹെൽമെറ്റിൽ കൂടുതൽ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഹുക്സും കൊടുത്തിട്ടുണ്ട്. അത് ലോക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മുടെ വള്ളിയെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് സീറ്റ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ സീറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ അത് വള്ളി കണ്ടിച്ചെടുക്കാനേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ 2 കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് ഈ പൊസിഷനിൽ തന്നെ മേളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ ആണ്. അതിപ്പോൾ ഞാൻ ഫ്യൂവലിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നോബും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങാണ്ട് തന്നെ ഫ്യൂവല് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ ഇഗ്നീഷൻ മോഡാണ്. ഞാൻ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ എൻജിൻ്റെ സിമ്പിൾ ഓൺ ആവുന്നുണ്ട്. ഇത് ഓൺ ആയിരിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്ന ഒരു സൗണ്ടും കേൾക്കാം. അപ്പോൾ ഈ വണ്ടിയിൽ വരുന്നിരിക്കുന്നൊരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ മെത്തേഡാണ്, കാർബറേറ്റർ അല്ല, ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കീ ഓൺ ചെയ്ത് പെട്രോൾ ടാങ്കിൻ്റെ അകത്തുനിന്ന് പമ്പ് വഴിയാണ് ഫ്യൂവല് എടുക്കുന്നത്. അപ്പോൾ അത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടി ആയതുകൊണ്ട് ഒരു പരിധി കൂടുതലായിട്ട് ഫ്യൂവല് ലോ ആവാതിരിക്കുന്നതാണ് വണ്ടിക്ക് എപ്പോഴും നല്ലത്. ഇതിനിപ്പോൾ ജസ്റ്റ് റെഡിലായിട്ടുണ്ട് ഫ്യൂൽ ഗേജ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രേക്ക് പ്രസ് ചെയ്യുക. ഇതിപ്പോൾ എൻജിൻ കിൽ സ്വിച്ച് മോഡിലാണ്, ഇത് നോർമൽ മോഡിലേക്ക് ആക്കുക. ഒന്നും കൂടെ പയ്യെ താഴേക്ക് വെക്കുക. ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ തണുത്തിരിക്കുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വണ്ടി കുറച്ച് നേരം റേസായിട്ട് നിൽക്കും, പിന്നെ അത് തന്നെ നോർമലിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനത് കാണിച്ചു തരാം. ഇത് പയ്യെ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ഈ സ്വിച്ചിലൊന്ന് ഞെക്കി വിട്ടു. ഇപ്പം ഈ വണ്ടി കുറച്ച് റേസായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇപ്പം അത് സ്ലോ ആയി വണ്ടി. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ മൊഡ്യൂളാണ്. അത് പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആവശ്യത്തിനുള്ള പെട്രോള് എയറായിട്ട് മിക്സ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യുകയാണ്. അത് കാരണം നമുക്ക് ഫ്യൂൽ വേസ്റ്റ് ആവുന്നില്ല, മൈലേജ് കൂടുതൽ കിട്ടും. സൈലന്റ് സ്റ്റാർട്ടാണ് വണ്ടി. സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഒന്ന് ഞെക്കി വിടുക. സൈലന്റ് സ്റ്റാർട്ടാണ്. കമ്പനി പറയുന്നത് സൈലന്റ് സ്റ്റാർട്ട് വിത്ത് ACG എന്നാണ്. അപ്പോൾ ആൾട്ടർനേറ്റ് കറണ്ട് ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മറ്റേ സെപ്പറേറ്റ് സ്റ്റാർട്ടർ മോട്ടർ ഇല്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഗിയർ മെഷീൻ്റെ സൗണ്ടും അങ്ങനെ പ്രത്യേകിച്ച് മറ്റേത് സ്റ്റാർട്ടർ മോട്ടർ ഓൺ ആവണ സൗണ്ടൊന്നും ഇല്ലാത്തതാണ് ഇത് സൈലന്റ് ആയിട്ട് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ ഈ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു 10% ഇതിൻ്റെ മൈലേജ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത്. പിന്നെ ഇതൊരു ഫാൻ കൂൾഡ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ വണ്ടികളിൽ കാണുന്ന പോലെ ഇവിടെ ഒരു ബോക്സ്, ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതും കൂടെ കൊടുക്കായിരുന്നു എന്ന് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം കാല് സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കിലാണെങ്കിലും ഒരാൾക്കും കൂടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിന് ഒരു 110 cc എയർ കൂൾഡ് 4-stroke എഞ്ചിനാണ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ 7.8 PS പവറാണ്. മാക്സിമം ടോർക്ക് 8.8 Nm. വണ്ടി ആക്സിലേറ്റർ എടുക്കുമ്പോൾ അത്യാവശ്യം സൗണ്ട് തോന്നിക്കുന്നുണ്ട്. സസ്പെൻഷൻ സോഫ്റ്റ് ആണ്, അത് കാരണം ഗട്ടർ ചാടുമ്പോൾ ഒക്കെ അത്യാവശ്യം കംഫർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ വെയിറ്റ് കൊടുത്തേക്കണ കാരണം ഹാൻഡിലിന് വലിയ വൈബ്രേഷൻ ഇല്ല.
നല്ലൊരു റൈഡിങ് പൊസിഷനാണ് വണ്ടിക്ക്. ആക്സിലേറ്ററിൽ നിന്ന് വിടുമ്പോഴും നല്ല സൗണ്ട് ഉണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റുന്നുണ്ട്. എക്കണോമി കാണിക്കുന്നത് ഒരു 30-നും 30-നും 50-നും ഇടയ്ക്കാണ്. അതിന് കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ ഒന്നുമില്ല. കമ്പനി ഇതിൻ്റെ മൈലേജിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്കൊരു 50 കിലോമീറ്റർ താഴെ കിട്ടുന്നുള്ളൂ. ഒരു 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വൈബ്രേഷനൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. അതിൽ കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ കോൺഫിഡൻസ് വരുന്നില്ല. ഒരു സിറ്റി യൂസിനുള്ള സ്കൂട്ടറാണിത്. ഹൈവേയിൽ അത്ര പെർഫോമൻസ് കാണിക്കുന്നറിയില്ല. ഒരു 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ തന്നെ അതിൽ കൂടുതൽ പോകാൻ നമുക്കൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല. അത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ കൂടുതലായിട്ടൊന്നും ഈ സ്കൂട്ടറിനെ കുറിച്ച് പറയാനില്ല. ഈ വണ്ടിയുടെ വില വരുന്നത് 90,000-നും 95,000-നും ഇടയ്ക്കാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്കൂട്ടർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓടിച്ചു നോക്കാവുന്ന ഒരു മോഡലാണ് പുതിയ ആക്ടിവ 6G. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.